ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൻ്റെ ആദ്യ റൗണ്ടിലായ കോയിൻ കളക്ട് ടാസ്കിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോയിൻ കളക്ട് ടാസ്ക് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഫുൾ ത്രിൽഡായിരുന്നു, നല്ല എൻഗേജ്ഡ് ആയിരുന്നു. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ കോയിൻ കളക്ട് ടാസ്ക് വന്നെന്ന് പറഞ്ഞാൽ ഇവർ മിഡ് വീക്ക് എവിക്ഷൻ എന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ബിഗ് ബോസ് ഇന്ന് അത് തിരുത്തി ബിഗ് ബോസ് മിഡ് വീക്ക് സസ്പെൻഷനാക്കി മാറ്റി. അതായത് ആ സെയിം മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന ആ സെയിം പാനലിൽ നിന്ന് തന്നെ 2 പേരെ സസ്പെൻഡ് ചെയ്യും. അതായത് ഈ ടാസ്കുകളിൽ ഏറ്റവും കുറവ് പോയിന്റ് വരുന്ന 2 പേരെ സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്തിട്ട് ഒരു ഇരുട്ട് മുറിയിൽ, ലൈറ്റൊന്നും ഇല്ലാതെ ഇരുട്ട് മുറിയിൽ അടയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവരെ ഹൗസിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിലും ഹൗസ് മേറ്റ്സ് തന്നെ ശ്രമിക്കണം. ഇപ്പോൾ ഈ ടാസ്കും അവർക്ക് വേണ്ടി കളിക്കേണ്ടത് ഹൗസ് മേറ്റ്സ് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് മേറ്റ്സ് തന്നെയാണ് ഇവരെ 6 പേരെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുത്ത് അവരെ ഔട്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. പക്ഷേ ആ ഹൗസ് മേറ്റ്സിന് തന്നെ ഇവർ 6 പേർക്കും വേണ്ടി ഇവരെ സസ്പെൻഷനിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കളിക്കേണ്ട അവസ്ഥയാണ്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ്. നല്ല പ്ലാൻഡാണ്. എല്ലാവർക്കും കണ്ടസ്റ്റൻസിനെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഗെയിം കളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇവർ ഈ 6 പേരും ഈ 2 പേരെ വീതം തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാവരും റെന ഫാത്തിമ എല്ലാവരും ആദ്യം എല്ലാവരെയും തിരഞ്ഞെടുത്തു. അനീഷ് തിരഞ്ഞെടുത്തത് അപ്പാനി ശരത്തിനെയും അനുമോളെയാണ്. അപ്പാനി ശരത്തും അനീഷും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് നമുക്കറിയാമല്ലോ. അനുമോളും അനീഷുമായിട്ട് നല്ല രസത്തിൽ തന്നെയാണ്. പക്ഷെ അവരെ 2 പേരെയാണ് അനീഷ് തിരഞ്ഞെടുത്തത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നല്ലൊരു ബോണ്ട് ആയിട്ട് തന്നെയാണ് അവർ കളിയിലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ കോയിൻ കളക്ട് ടാസ്ക്കാണ്. ആ ടാസ്കിൽ അതായത് ഒരു മഡ്പിറ്റിൽ കുറേ കോയിൻസ് ഉണ്ടാവും, അതിൽ നിന്ന് കോയിൻ കളക്ട് ചെയ്യണം. പക്ഷെ അതിന് അങ്ങനെ ഡയറക്റ്റ് ഇറങ്ങി കോയിൻ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഈ 2 പേരിൽ ഒരാൾ ആദ്യം ഒരു നിധിപേടകത്തിനുള്ളിലാണ് ഈ മഡ്പിറ്റിൽ ഇറങ്ങാനുള്ള ആക്സസറീസ് ഉള്ളത്. അപ്പം ഒരു കളർ വാട്ടറിൽ ആ നിധിപേടകത്തിൻ്റെ താക്കോൽ ഇട്ടിട്ടുണ്ടാവും, വേറെ താക്കോലുകളും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിയായ താക്കോൽ തിരഞ്ഞെടുത്തിട്ട് ഈ നിധിപേടകം തുറന്നതിന് ശേഷം അതിൽ നിന്ന് ആക്സസറീസ് ഇട്ടിട്ട് മഡ്പിറ്റിൽ ഇറങ്ങിയിട്ട് മാക്സിമം കോയിൻ കളക്ട് ചെയ്യുക. അതാണ് ടാസ്ക്. ഒരു മാക്സിമം, അതായത് എല്ലാവരും തന്നെ നന്നായിട്ട്, അതായത് ഇത് നമുക്ക് വേണ്ടിയല്ലല്ലോ മറ്റൊരാൾക്ക്, അങ്ങനെയല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അവരെ ജയിപ്പിക്കണം, അവരെ ഒരിക്കലും സസ്പെൻഷനിലേക്ക് വിടരുതെന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന നമ്മൾ ലൈവ് കാണുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ത്രിൽഡായിരുന്നു. അതായത് ഈ അനീഷൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പോലെ ഒരു തരത്തിലുള്ള ഇറിറ്റേഷനോ ഒരു സൗണ്ടോ ഒരു റിപ്പീറ്റേഷനോ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് അവരെ നന്നായി പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ ഗെയിം എല്ലാവരും ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കൊള്ളാം, എല്ലാവരും നന്നായി ഗെയിം കളിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ അപ്പാനി ശരത്തിന് കറക്റ്റായിട്ടുള്ള താക്കോൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. പല പ്രാവശ്യം താക്കോൽ കൊണ്ടുവരും, തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അനുമോള് ടെൻസ്ഡ് ആവുന്നുണ്ട്, അനുമോളും കൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അനീഷ് പക്ഷേ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായിരുന്നു ഏറ്റവും രസകരമായ ഒരു വ്യത്യസ്തമായി തോന്നിയ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ആ ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെ കുറേ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് കിട്ടി എല്ലാവരും മഡ്പിറ്റിൽ ഇറങ്ങി കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവർക്ക് താക്കോല് കിട്ടുന്നില്ല കേട്ടോ. അവസാനം അക്ബറിന് താക്കോല് കിട്ടി, അത് നിധിപേടം തുടങ്ങി. അന്നേരത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് 6 മിനിറ്റ് എങ്ങാനും ഉണ്ടായിരുന്നു. അതിൽ 2 മിനിറ്റ് സംതിങ് 3 മിനിറ്റിനടുത്ത് ആ ടൈമിൽ തന്നെ പോയി. അത് കഴിഞ്ഞിട്ടും അനുമോള് ടെൻഷൻ കൊണ്ടാണ് എന്തോ പെട്ടെന്ന് തന്നെ അത് കിട്ടിയിട്ട് മഡ്പിറ്റിലേക്ക് ചാടി ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം അതല്ല റൂള്. ശരിക്കും ഇതിൽ നിന്ന് നിധിപേടത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആക്സസറീസ് ധരിച്ചുകൊണ്ട് വേണം അതിലിറങ്ങാൻ. അപ്പോഴും അനീഷ് കൂളായിട്ട് ചെന്ന്, അതായത് അനുമോളെ തിരിച്ച് കയറ്റിക്കൊണ്ട് വന്ന് ആക്സസറീസ് ധരിപ്പിച്ച് അതിലേക്ക് ഇറക്കുക. അങ്ങനെ വന്നപ്പോഴത്തേക്കും വീണ്ടും കുറേ ടൈമും കൂടെ പോയി. പക്ഷേ മാക്സിമം ആ കിട്ടിയ ടൈമിൽ അനുമോൾ മഡ്പിറ്റിൽ നിന്ന് മാക്സിമം കോയിൻ അനുമോൾക്ക് പറ്റുന്ന പോലെ കളക്ട് ചെയ്തു. പക്ഷെ നമ്മളിത് കണ്ടിരിക്കുമ്പോൾ അവർ ശരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അനീഷാണെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ പെർഫോമൻസ്. അവർ നന്നായി കളിച്ചു. അങ്ങനെയാണ് അനീഷ് ഇതിൽ പറഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ സാറ്റിസ്ഫാക്ഷൻ അറിയിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ കാണികളും കാണുമ്പോഴും അവർ ഗെയിം നന്നായിട്ട് കളിച്ചു. ഒരു തരത്തിലും നമ്മളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ
ഇപ്പോൾ റിസൾട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം റെന ഫാത്തിമയാണ് 1ാം സ്ഥാനമാണ്. റെന ഫാത്തിമയ്ക്ക് കളിച്ചത് ജിസലും ആര്യനാണ്. രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ്. ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവർ 15 കോയിൻ കളക്ട് ചെയ്ത് അങ്ങനെ റെന ഫാത്തിമയ്ക്ക് 5 പോയിൻറ്റ്സ് കിട്ടി. 2ാം സ്ഥാനം വന്നത് എനിക്ക് തോന്നുന്നത് കലാഭവൻ സരികയാണ്. സരികയ്ക്ക് വേണ്ടി കളിച്ചത് ആരാന്ന് വെച്ചാൽ അഭിലാഷും നെവിനുമാണ്. അവർ 14 കോയിൻ കളക്ട് ചെയ്ത് സരികയ്ക്ക് 4 പോയിന്റ് കിട്ടി. 3ാം സ്ഥാനത്ത് രേണുസുതിയാണ്. രേണുസുതിക്ക് വേണ്ടി ശൈത്യ ബിൻസിയും കളക്ട് ചെയ്തത് 13 കോയിനാണ്. രേണുസുതിക്ക് 3 പോയിന്റ് കിട്ടി. പിന്നെ 4ാം സ്ഥാനം വന്നത് ഒന്നിയനാണ്. ഒന്നിയന് വേണ്ടി കളിച്ചത് ഷാനവാസും അക്ബറുമാണ്. പിന്നെ 5ാം സ്ഥാനത്ത് വന്നത് ശാരികയാണ്. ശാരികയ്ക്ക് വേണ്ടി കളിച്ചത് ആദില നൂറ, അവരും ബിന്നിയാണ്. അഭിലാഷാണ് ഏറ്റവും ലാസ്റ്റ്. അഭിലാഷിന് വേണ്ടി 3 കോയിൻ കളക്ട് ചെയ്യാൻ മാത്രമേ അപ്പാനിശരത്തിനും അനുമോക്ക് സാധിച്ചുള്ളൂ. അനീഷിന് 1 പോയിൻറ്റോടുകൂടി 6ാം സ്ഥാനത്താണ്. അങ്ങനെ ഫസ്റ്റ് ഈ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിലെ ആദ്യ റൗണ്ടിൽ 1 പോയിൻറ്റോടുകൂടി അനീഷാണ് ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ അനീഷ് ഒരു തരത്തിലും അപ്പാനിശരത്തിനെ അനുമോളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കളിച്ച് അങ്ങനെയൊന്നും പറയുന്നതായിട്ടൊന്നും കണ്ടില്ല. എല്ലാവരും അവർ നന്നായിട്ട് ശ്രമിച്ചതായിട്ടാണ് നമുക്കും തോന്നുന്നത്. അവർക്ക് അവന് വേണ്ടി കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉള്ളതായിട്ട് നമുക്ക് പക്ഷേ പറയാൻ പറ്റില്ല. ഗെയിമല്ലേ, എന്ത് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എനിക്ക് ലൈവ് കണ്ടപ്പം തോന്നിയത് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചായിട്ട് തോന്നിയില്ല. പക്ഷേ സംഭവിച്ചാൽ തന്നെയും തെറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് ഓപ്പോസിറ്റ് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഗെയിം. എന്താണെങ്കിലും ഇനി വരുന്ന 1-2 റൗണ്ടുകൾ കൂടെ കഴിയുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത ഗെയിമിൽ ഇവരുടെ കളി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അനീഷിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത് അതൊക്കെ നോക്കിയിട്ട് മാത്രമേ അനുമോളും അല്ലെങ്കിൽ അപ്പാനിയും മനഃപൂർവ്വം അനീഷിനെ തോൽപ്പിച്ചതാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. ഇന്നത്തെ ഈ കളി കണ്ടിട്ട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ആയിക്കൂടായികയുമില്ല. എന്താണ് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടൂ. താങ്ക് യു.